ഹലോ, ഞാനൊരു മാത്സ് ടീച്ചറാണ്. ലാപ്ടോപ്പിലൂടെ ഗൂഗിൾ മീറ്റിൽ കുട്ടികൾക്ക് മാത്സ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ഒക്ടോബർ മാസം ഒരു ദിവസം ഞാൻ ലാപ്ടോപ്പ് തുറന്ന് ട്യൂഷൻ എടുക്കാൻ നോക്കിയപ്പോൾ എഴുതാൻ ഉപയോഗിച്ചിരുന്ന ജാം ബോർഡ് കാണാനില്ല. ഞാൻ പലരെയും വിളിച്ച് ചോദിച്ചു, പല കമ്പ്യൂട്ടർ ഷോപ്പുകളിൽ ചോദിച്ചു, സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യുന്നവരെ ചോദിച്ചു. അവർക്കൊന്നും ഇതെവിടെ പോയി എന്ന് കണ്ടെത്താൻ കഴിയുന്നില്ല. വളരെയേറെ പരിശ്രമിച്ചിട്ടും അവർക്കൊന്നും അത് തിരിച്ച് ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അപ്പോൾ ഇതിന് എന്തായാലും മാത്തമാറ്റിക്സ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാനുള്ള ബോർഡും പെന്നും ഒക്കെ ആവശ്യമാണ്. ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടുപിടിച്ചു. നമ്മുടെ ഗൂഗിൾ മീറ്റ് തന്നെ, അതിനുള്ളിൽ തന്നെ നമുക്ക് നല്ല റൈറ്റിംഗ് ബോർഡും പെന്നും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ലാപ്ടോപ്പിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഓക്കെ, അതിൻ്റെ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നു. നിങ്ങൾ ലാപ്ടോപ്പ് തുറന്നു വയ്ക്കുക, ഈ വീഡിയോയിൽ നിർദ്ദേശിക്കുന്നത് പോലെ തന്നെ ചെയ്യുക. ഇനി മിറോ ബോർഡ് നിങ്ങളുടെ ആക്ടിവിറ്റീസിൽ കാണുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഗൂഗിളിൽ പോയി കൊളാബറേറ്റീവ് മിറോ ബോർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വാട്സാപ്പ് നമ്മൾ തുറന്നു വരുമ്പോൾ ആക്ടിവിറ്റീസിൽ തന്നെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ ഓരോ സ്റ്റെപ്പുകളും വളരെ കൃത്യമായിട്ട് ചിത്രത്തോടു കൂടി ഞാൻ വിവരിക്കുന്നതായിരിക്കും. അത് നോക്കി എത്രയും വേഗം മിറോ ബോർഡ് ഉപയോഗിച്ച് മാത്സ് ട്യൂഷൻ ക്ലാസ് നിങ്ങൾ എടുക്കുക, എൻജോയ് ചെയ്യുക. താങ്ക് യു. ഗൂഗിൾ മീറ്റ് ഓപ്പൺ ചെയ്യുക, ആക്ടിവിറ്റീസ് ക്ലിക്ക് ചെയ്യുക. ഒരു ട്രയാങ്കിളിൻ്റെ ഒക്കെ ഷേപ്പിലുള്ള ആക്ടിവിറ്റീസ്, അവിടെ മിറോ മഞ്ഞ നിറത്തിലുള്ള ഒരു ഐക്കൺ കാണും. അതിൽ നിന്ന് ക്രിയേറ്റ് ബോർഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് വൈറ്റ് ബോർഡ് തെളിഞ്ഞു വരും. ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ചിഹ്നം നിങ്ങൾക്ക് കാണാം. കറുപ്പ് നിറത്തിൽ വെളുത്ത പ്ലസ് ചിഹ്നം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കുറച്ച് ലിസ്റ്റിൽ സാധനങ്ങൾ വരും, ടെക്സ്റ്റൊക്കെ. അതിൽ നിന്ന് പെൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് മാത്സിന് പെന്നാണല്ലോ വേണ്ടത്. എന്നിപ്പോൾ ആ ബോർഡിൽ വരച്ചാൽ നമ്മുടെ ജാംബോർഡ് പോലെ തെളിയുന്നതായിരിക്കും. പക്ഷേ കുട്ടിക്ക് കാണാൻ വേണ്ടി ഷെയർ കൊടുക്കുക, അലോ കൊടുക്കുക. ബാക്കിയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടില്ല പിന്നീടുള്ള ഭാഗങ്ങൾ. ഇനി ഷെയർ ചെയ്താലും നമുക്ക് ഉപയോഗിക്കാം. ഷെയർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി കുട്ടിയെ പഠിപ്പിക്കാൻ സാധിക്കുന്നു. താങ്ക് യു.